ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ ലാബിൽ എല്ലാവരും കൂടി ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. പോകുന്നത് തുഷാരഗിരി വാട്ടർഫോൾസിലാണ്. നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതുകൊണ്ട് എന്താണ് അവിടുത്തെ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി പോകുന്ന വഴിക്കും ഞങ്ങളെ യാത്രയും കാര്യങ്ങളും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കാണാം. അങ്ങനെ ഞങ്ങൾ ഒരു 10:30 മണിയായപ്പോൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങളുടെ ഒരുപാട് കാലത്ത് ഒരു പ്ലാനിങ് ആയിരുന്നു ഒരു ടൂറ് പോകണം എന്നുള്ളത്. പക്ഷെ അങ്ങനെ വലിയ ഏതെങ്കിലും സ്ഥലത്തോ കുറേ ദൂരെ പോകണം അങ്ങനെയല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. ഞങ്ങളൊരു 12 മണിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഞാൻ വീഡിയോ തന്നെ എടുക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഭയങ്കര തമാശയും ഇതൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് തുഷാരഗിരി അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സമയം 12-12:30 ആയിട്ടുണ്ടാവും. അപ്പം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി എത്തി. ടേസ്റ്റ് വൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൊള്ളാം, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ഈ നിലമ്പൂർ ഭാഗത്തൊക്കെ നല്ല ടേസ്റ്റാണ് ഫുഡിന്. അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ അത്ര ടേസ്റ്റ് തോന്നാത്ത പോലെ ചിലപ്പം ഞങ്ങൾ തോന്നലായിരിക്കാം. ഇവിടെ ഇതിങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ ചിക്കൻ്റെ ഒരു പീസ് ഫ്രൈ ചെയ്ത പോലത്തെ പീസായിരുന്നു. പിന്നെ റൈസ് സെപ്പറേറ്റ് ആയിട്ട്. നമ്മളവിടെയൊക്കെ ബിരിയാണി നല്ല മസാല ഉണ്ടാവും, അങ്ങനെ മസാല കുറവായിരുന്നു. പക്ഷെ അത് ശരിക്കും യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് ബെറ്റർ. അധികം വയറിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത ഒരു ഫുഡായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ ചിക്കൻ ബിരിയാണി ഓർഡറാക്കി. ഹെന്ന മോക്ക് ബീഫ് ബിരിയാണിയാണ് ഇഷ്ടം. അതുകൊണ്ട് അവർ ബീഫ് ബിരിയാണി ഓർഡറാക്കി. ബീഫ് ബിരിയാണി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു, പക്ഷേ ചിക്കൻ്റെ അത്ര പോലും എനിക്കൊരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരും. ഏകദേശം ഒരു ഉച്ച ആകുന്ന സമയത്താണ് കേട്ടോ ഞങ്ങളവിടെ എത്തുന്നത്. ഇവിടെ തുഷാരഗിരി പാലം ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഈ വാട്ടർഫാൾസ് വരുന്നത്. പിന്നെ അങ്ങനെ വലിയ ഇപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ ഒന്നും ഭയങ്കര വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ല കേട്ടോ. ഒരു നോർമൽ ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ നല്ല സ്മൂത്തായിട്ടുള്ളൊരു സമയമായിരുന്നു, നല്ല തണുപ്പ്. പക്ഷെ ഉച്ചയ്ക്കാണ് വന്നതെങ്കിലും അങ്ങനെ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് അവർ എൻട്രൻസ് വേറൊരു വഴിക്കാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഈ വഴി ഇങ്ങനെ കയറിപ്പോയിട്ടാണ് നമ്മുടെ വാട്ടർഫാൾസ് ഉള്ളത്. പിന്നെ കുറേ പേരുണ്ടായിരുന്നു, ടൂറിസ്റ്റ് ആയിട്ടും ഉള്ളതും അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ അവിടെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. കാരണം മെയിനായിട്ട് കയറാനുള്ള പൈസയൊക്കെ കുറച്ച് കുറവാണ്, 40 രൂപയൊക്കെ ഉള്ളൂ ഒരാൾക്ക്. പിന്നെ അധികം ഭയങ്കര കളിക്കാനുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കുട്ടികൾക്കൊന്നും. ഈ വെള്ളത്തിൽ കുറേ പേര് ഇറങ്ങുന്നു കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല. അതുകൊണ്ട് നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ പോയാലും കുഴപ്പമില്ല. അതെന്താണ് ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആണോ പോലോ? എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു, ഫുൾ ഇംഗ്ലീഷ് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആണോ? തുഷാരഗിരി വാട്ടർഫോൾസിൻ്റെ ഇവിടെ എത്തി ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, വയനാടാണ് നേരെ പോകാനാവണത്. ഹായ് പറ. അപ്പം ഇതാണ് ഇവിടുത്തെ ഇതിൻ്റെ എൻട്രി. ഇവിടെ ചന്ദനവേമ്പ് എന്നോ ഈ മരത്തിൻ്റെ പേരാണ്. ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളത് അല്ലേ ഹെന്ന? ഒരു മയക്കാറല്ല, ഒരു വെയിലില്ല, നല്ലൊരു സുഖമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ ലിക്വറും പ്ലാസ്റ്റിക്സൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. കൊക്കോക്കായ മരങ്ങൾ കൂടുതൽ കണ്ടു കേട്ടോ നമ്മൾ. നല്ല അതിലുണ്ടല്ലേ കൊക്കോ, അതൊന്ന് മേലെ. ഇവിടെ ഇങ്ങനെ ചായ കുടിക്കാനാണെന്ന് തോന്നുന്നു ഒരു ഇതൊക്കെ ഉണ്ട്. ഞാൻ വൈറലായി. ടിക്കറ്റിന് എത്ര റേറ്റ്? 40.
വെള്ളച്ചാട്ടം കണ്ടില്ലേ പോയിക്കോളെ വരിക്ക്. ഹാപ്പി അല്ലേ? അത്യാവശ്യം കുറച്ച് മേലേക്ക് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ അത്രയ്ക്ക് കഴിയുമോ എന്നുള്ളത് സംശയമാണ്. കാരണം കുറച്ച് ഇങ്ങനെ കയറ്റം കയറി വരാനുണ്ട്. വന്ന് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ഇരിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടം കണ്ടു. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഓവർ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടൊന്നും വരരുത്. കാരണം ഒരു നോർമൽ ഒരു വെള്ളച്ചാട്ടമാണ്. നല്ലൊരു ഫീലാണ് ഈ സ്ഥലത്ത് വരുമ്പോൾ, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പിന്നെ വെള്ളച്ചാട്ടം ഇതാണ് വെള്ളച്ചാട്ടം കേട്ടോ. പക്ഷേ ഇങ്ങനെ കാണുന്നതിനേക്കാളും എടുത്തു പോയി കാണുന്നത് ഒന്നും കൂടി നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ എടുത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വന്ന സമയത്താണ് ഇങ്ങനെ കണ്ടത്. ഇവിടെ ഒരു ചെറിയ തൂക്കുപാലം സെറ്റപ്പില് ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് അങ്ങനെ കുലുങ്ങമൊക്കെ ഉണ്ട്. അവിടുന്ന് ഒഴുകി വെള്ളച്ചാട്ടം കഴിഞ്ഞു വരുന്ന വെള്ളം ഇങ്ങനെയാണ് പോകുന്നത്. ഭയങ്കര സൗണ്ടാണ്. സൗണ്ട് എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഈ മരത്തിന്റെ പേരെന്താ? താന്നിയോ? എത്ര വയസ്സുണ്ടാവും? താന്നിമുത്തശ്ശി എന്നാണ് തോന്നുന്നു ഈ മരത്തിൻ്റെ പേര് കേട്ടോ. ഭയങ്കര ഒരു വെറൈറ്റി മരമായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ കയറിയൊക്കെ നിൽക്കാൻ പറ്റും. മേലെ നമുക്ക് കാണാനും പറ്റും. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു മരമാണിത്. ഇതിനെക്കുറിച്ചൊരു കവിതയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇറങ്ങി ശരിക്കും ലോകത്ത് മനുഷ്യൻ നിർമ്മിക്കുന്നതിനേക്കാളും ഏറ്റവും ഭംഗി നമ്മുടെ പ്രകൃതി തന്നെയാണ് അല്ലേ? പ്രകൃതിയുടെ ഓരോ കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാണ്. അത് നമ്മളെങ്ങനെ അതിനോട് മത്സരിച്ച് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാൻ നോക്കിയാലും അത് ആ പ്രകൃതി നാച്ചുറലായിട്ട് തരുന്നൊരു സൗന്ദര്യത്തിന് ഒപ്പം എത്തൂല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ കവിത കേട്ടോ. അത് കുഞ്ഞുണ്ണി മാഷ് നമ്മുടെ ഈ താന്നി മുത്തശ്ശി എന്ന് പറയുന്ന ഈ ഒരു മരത്തിന് വേണ്ടി എഴുതിയൊരു കവിത. നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോവാൻ കേട്ടോ. നല്ല സൗണ്ട് ഉണ്ടാവേ. ഇരുന്നോ ഊരണ്ട ഊരണ്ടാമല്ലോ ഇരുന്നോ ഇരിക്ക്. റിട്ടേൺ പോരാണ്. ഇനിയിപ്പോ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. പക്ഷെ അതിൽ പോവാണെങ്കിൽ നമുക്ക് ബോട്ട് മിസ്സാവും. സോ വി ആർ ഗോ ടു ബോട്ട്. ഞങ്ങൾ വെള്ളം വാങ്ങാൻ വന്നത്. ഞങ്ങളാകെ എല്ലാവരും ഭയങ്കര ക്ഷീണാണ് അല്ലേ? ടയേർഡായി പോയി. ഇപ്പം ഉള്ളത് ഞങ്ങൾ ബോട്ടിങ്ങിനാണ് വന്നത്. സ്ഥലം കറക്റ്റ് ഏതാന്ന് ചോദിച്ചിട്ട് പറയാം അല്ലേ?
ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എക്സൈറ്റഡ് ആണ്. ഞാൻ കുറേ മുന്നേ പോയതാട്ടോ ബോട്ടിൽ. ഇപ്പം കുറേ കാലത്തിന് ശേഷമാണ്. അങ്ങനെ ഞങ്ങൾ തോണിയിലാണ് കേട്ടോ കയറിയത്. ഇതാണ് ഒന്നും കൂടി വൈബ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കരെ ഇക്കരെയൊക്കെ പോകാൻ യൂസ് ചെയ്യുന്ന തോണിയാണ് ആക്ച്വലി ഇവിടെയുള്ള നാട്ടുകാർക്ക്. പക്ഷേ ഇങ്ങനെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ. അവിടെ ബ്രൈറ്റ് ടു ബി പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഹലോ, അപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു തൂക്കുപാലം കാണാൻ. എവിടെയാടി ഇതേതാ സ്ഥലം? അരീക്കോട് കഴിഞ്ഞിട്ടാണ്. സ്ഥലം എവിടെയാണ് നമുക്ക് നോക്കാം കേട്ടോ. കുറച്ച് ഉള്ള ഏരിയ ആണ്, അധികം നമുക്കറിയാത്തൊരു ഏരിയ ആണുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ അവസാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2-3 സ്ഥലമൊക്കെ കവർ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അത്യാവശ്യം സമയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിലമ്പൂരെത്തി. ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ കയറിയത് മുസ്വല്ലയിലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന നിലമ്പൂരിലൊരു സ്പോട്ടാണ് കേട്ടോ മുസ്വല്ല. അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും പിന്നെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് രാത്രിയില്ല, അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ എല്ലാവർക്കും ചെറിയൊരു പേടി. അതുകൊണ്ട് എന്നാൽ ഓവർ നൈറ്റൊന്നും ആയിട്ടില്ല. ഞങ്ങളൊരു 8 മണി 8:30 ഒക്കെ ആയപ്പോഴേക്കും തിരിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല വിശപ്പിലായതുകൊണ്ട് ഫുഡിൻ്റെ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ മന്തി, അൽഫാം, ഹണി ചിക്കൻ, പെരിപെരി ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു 1 മന്ത് ഡയറ്റിലായിരുന്നു. ഒരു 6 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ വീണ്ടും എടക്കര തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.